രോഗസൗഖ്യ പ്രാർത്ഥന. ഓൺലൈനിലുള്ളവരും ജാഗ്രതയോടെ കർത്താവിൻ്റെ കൃപ സ്വീകരിക്കാൻ വേണ്ടി മനസ്സിനെ ഒരുക്കുക. സ്വർഗത്തിൻ്റെ രഹസ്യങ്ങൾ ഒന്നൊന്നായി ആത്മാവ് വെളിപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ വീണ്ടെടുപ്പിൻ്റെ സമയത്തെ ചുരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നീ അധികകാലം കരയേണ്ടി വരത്തില്ല. നിന്റെ കണ്ണിനെ തുടച്ചു നീക്കുന്ന ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ സമയം അമ്മയുടെ മാധ്യസ്ഥയിൽ കുറിക്കപ്പെട്ടിരിക്കുന്നു. ശ്രദ്ധിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, അച്ഛൻ ഓരോ രോഗം ഈശോ കാണിച്ചു തരുന്ന അനുസരിച്ചുകൊണ്ടും മനസ്സിൽ എന്നെ തോന്നിപ്പിക്കുന്ന അനുസരിച്ചുകൊണ്ടും പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ കാണുന്ന ദർശനം പറഞ്ഞു തരാം. അതായത് ഒരു മനുഷ്യൻ്റെ നടുവ് എല്ലാം അവസാനിക്കുന്നിടം, നമ്മുടെ പൃഷ്ഠഭാഗം ഉൾപ്പെടെയുള്ളത്, അവന് എഴുന്നേക്കാൻ പറ്റാത്ത രീതിയിൽ ഒരു ഇരിപ്പ് രോഗിയായിട്ട് മാറിയിരിക്കുന്നു. അവൻ്റെ നടുവിൻ്റെ മൂടിനോട് ബന്ധപ്പെട്ട ഭാഗങ്ങളും അവനെ മുട്ടിനെ പൊങ്ങി കുന്തി നിൽക്കാൻ പറ്റാത്ത തളർന്നുപോയ അരക്കെട്ട് പോലുള്ള അവസ്ഥകൾ കർത്താവ് ഇപ്പോൾ സ്പർശിച്ച് സൗഖ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. സ്തുതിയുടെ സൗഖ്യം നൽകണമേ, എന്നിൽ നിറയണമേ, സൗഖ്യം നൽകണമേ. പ്രിയപ്പെട്ടവർ, രണ്ട് മെസ്സേജ് കൂടി ഈശോ പറയുന്നുണ്ട്. ഒന്ന്, ലീക്കാകുന്ന കിഡ്നിയും ലീക്കാകുന്ന അണ്ടാശയങ്ങളും. രണ്ട് വ്യക്തികൾക്കാണ് രണ്ടിതാണ്. അതായത് രണ്ട് കഷ്ണങ്ങൾ ഇങ്ങനെ ഇരിക്കുന്ന അണ്ടാശയങ്ങൾ നമുക്കറിയാം. അണ്ടാശയങ്ങളും അതുപോലെ തന്നെ കിഡ്നിയും അതിനെ സ്വെല്ല് ചെയ്യുന്നുണ്ട്. എന്നുവെച്ചാൽ വെള്ളം ഇറ്റ് വീഴുകയോ അതുപോലെ ചോര ഇറ്റ് വീഴുകയോ ചെയ്യുന്നുണ്ട്. ഇത് മാരകമായ രോഗമാണ്. കർത്താവ് രണ്ട് വ്യക്തികളെ സുഖപ്പെടുത്തും. കക്കയില്ലേ, കടലിലെ കായലിലുണ്ടാകുന്ന കക്ക കമത്തി വെച്ചാൽ എങ്ങനെ ഇരിക്കും, അതുപോലെ ആന്തരികമായ ചില അവയവത്തിൻ്റെ മുകളിലെ ഈ അക്കാരം പോലെ പല്ലിൽ ഇങ്ങനെ ഒരു സാധനം കിട്ടത്തില്ലേ, ഒരു തരം കാൽഷ്യം കിട്ടുന്ന പോലെ ഇങ്ങനെ ശരീരത്തിൻ്റെ മുകളിൽ അവയവത്തിൻ്റെ മുകളിൽ എന്തോ ഇങ്ങനെ പാട ചൂടി ബലമായിട്ടിരിക്കുകയാണ്. കർത്താവ് അത് തൊട്ട് സുഖപ്പെടുത്തി കൊണ്ടിരിക്കുന്ന സ്തുതികടലിൽ നമ്മുടെ ചീനവലയുടെ തട്ടിൽ നിന്ന് മീൻ കിട്ടുമ്പോൾ നമ്മളൊരു കൊല്ലി കൊണ്ട് അല്ലെങ്കിൽ കോരി ഒരു സാധനം മീൻ പുറത്തെടുക്കത്തില്ലേ, അതുപോലെ ഒരു കാഴ്ചയാണ്. ചീനവലയാണെന്ന് അച്ഛനെ അറിയത്തില്ല. ഇവിടുത്തെ മെയിൻ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ വലത് കൈയുടെ ഭുജങ്ങൾ, ബലമുള്ള മനുഷ്യൻ വലത് കൈയുടെ ഭുജങ്ങൾ തളർന്നിട്ട് ആ ജോലി കൈകൊണ്ട് ചെയ്യുന്ന ജോലി ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് മാറുന്നു. ആ വ്യക്തിയെ കർത്താവ് സ്പർശിച്ചു കൊണ്ടിരിക്കുന്ന സ്തുതിയുടെ സൗഖ്യം എന്നിൽ നിറയണമേ, സൗഖ്യം നൽകണമേ. ശരീരത്തിൻ്റെ കക്ഷഭാഗങ്ങളിലും പിന്നീട് കക്ഷത്തിൻ്റെ പുറത്തും ഇതുപോലെ വെളുത്ത മുഴകൾ പോലെ, കുഞ്ഞു കുഞ്ഞു വെളുത്ത മുഴകൾ പോലെ പുറ്റുപോലെ പിടിച്ചു വരുന്ന വ്യക്തിയാണ്. ആ വ്യക്തിയെ കർത്താവ് സ്പർശിക്കുന്നു. അതുപോലെ തന്നെ അതിൻ്റെ കൂടെയുള്ള ഇരട്ട മെസ്സേജാണ്. അതിൻ്റെ കൂടെയുള്ള കത്തി കൊണ്ട്, ആ മീൻ വെട്ടുന്ന കത്തി കൊണ്ട് ആരെങ്കിലും വൈരാഗ്യം കൊണ്ട് വരകിപ്പോയിട്ടുണ്ടെങ്കിൽ അവരോട് ഹൃദയപൂർവ്വം ക്ഷമിച്ച് ആക്രമിച്ചിട്ടുള്ളവർ മാനസാന്തരപ്പെടാനും കർത്താവ് ആവശ്യപ്പെടുന്നുണ്ട്. ശ്രുതികട ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്വകാര്യ സ്ഥലങ്ങളുടെ വീക്കങ്ങളും നീരുവീക്കങ്ങളും അതുപോലെ അലർജി രോഗങ്ങളെയും കർത്താവ് സ്പർശിക്കുന്നതിന് വേണ്ടി സുഖപ്പെടുത്താൻ വേണ്ടി ശക്തമായി പ്രാർത്ഥിക്കട്ടെ. ശ്രുതികട ഹല്ലേലൂയ. നിലത്ത് കാല് ഊന്നുമ്പോൾ ഇടത് കാല് മാത്രം ഉറക്കും, വലത് കാല് ഉറക്കണില്ല. അതുകൊണ്ട് ഇടത് കാല് പോലെ പതിയണ പോലെ വലത് കാല് പതിയുന്നില്ല. അപ്പോൾ ചിലപ്പോൾ നല്ലവണ്ണം മുറുക്കി ചവിട്ടാൻ വേദന ഉള്ളത് കൊണ്ടോ മുറുക്കി ചവിട്ടാൻ ബലം പ്രയോഗിക്കാൻ പറ്റാത്ത കൊണ്ടോ ആയിരിക്കാം ആ വ്യക്തിയെ കർത്താവ് സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ശ്രുതികട സൗഖ്യം നൽകണമേ. കണ്ണിന് കാഴ്ചക്കുറവുള്ളവരെ, കണ്ണ് കരുകരിക്കുന്നവരെ, കണ്ണ് മങ്ങുന്നവരെ രണ്ട് കൈകളും കണ്ണിൽ വെച്ചുകൊണ്ട് ശ്രുതികട ഹല്ലേലൂയ. ഹല്ലേലൂയ ഹല്ലേലൂയ. എന്നിൽ നിറയണമേ,
പ്രാർത്ഥിക്കുന്നവർ ശ്രദ്ധിക്കേണ്ടതാണ്. ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്നവർ ശ്രദ്ധിക്കേണ്ടതാണ്. പല്ല് വല്ലാതെ ഇങ്ങനെ കൊഴിഞ്ഞു പോകും. കുറേ വേദനയെടുത്ത് നടക്കും, പിന്നീട് ഒന്നും കഴിക്കാൻ പറ്റത്തില്ല, പിന്നീട് അത് കൊഴിഞ്ഞു പോകും. എന്താണ് രോഗമെന്ന് വ്യക്തമല്ല. കർത്താവ് കീഴ്മോണകളെ കർത്താവ് സ്പർശിച്ച് സൗഖ്യത്തിലേക്ക് നയിച്ചു പിടിക്കുന്ന ശ്രദ്ധിക്കേണ്ട രണ്ട് കൈകളാ ശിരസിൽ വെക്കുക. തീർത്ഥാടനത്തിലുള്ളവരും ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്നവരും നിങ്ങളുടെ രണ്ട് കൈകളും ശിരസിൽ വെക്കുക. ഉച്ച മുതൽ ഉള്ളംകാല് വരെയുള്ള വിവിധ രോഗങ്ങളുടെ മേലെ ദൈവിക ആധിപത്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. പരിശുദ്ധ അമ്മയും മാലാഖമാരും രക്തസാക്ഷികളും വിശുദ്ധ രക്തസാക്ഷികളും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. ഭാഷാപരം കിട്ടുന്നവർ ഭാഷാപരത്തിൽ പ്രാർത്ഥിക്കട്ടെ. ശ്രദ്ധിക്കട്ടെ. വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യത്തെ പ്രകടമാക്കണമേ. കർത്താവേ, നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, നിന്റെ സാന്നിധ്യത്തെ പ്രകടമാക്കണമേ. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. അപ്പാ, സ്വർഗീയപ്പാ, അങ്ങനെ പുത്രന്റെ നാമത്തില്, യേശു ക്രിസ്തുവിന്റെ നാമത്തില് നിന്റെ കൈകൾ നീട്ടണമേ. അപ്പാ, സ്വർഗീയപ്പാ, നിന്റെ പുത്രനായ യേശു ക്രിസ്തു നാമത്തില് എല്ലാ ഭൂഖണ്ഡങ്ങളിലും രാജ്യങ്ങളിലും സംസ്ഥാനങ്ങളിലും ഓരോ ഭവനങ്ങളിലും കൃപാസനത്തിൽ ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന അങ്ങനെ മക്കളുടെ മേൽ നിന്റെ വിശുദ്ധമായ രക്തത്താൽ വീണ്ടെടുത്ത മക്കളുടെ മേൽ, നിന്റെ വിശുദ്ധമായ രക്തത്താൽ വീണ്ടെടുത്ത മക്കളുടെ മേൽ, നിന്നെ വിശ്വസിച്ചുകൊണ്ട് സ്വർഗ്ഗരാജ്യത്തിന്റെ അവകാശങ്ങളുടെ നാമത്തിന്റെ മഹത്വത്തിനായി ഈ തിരഞ്ഞെടുത്ത മക്കളുടെ മേൽ അവരുടെ അവകാശ മോഹരിമാവുന്ന അടയാളം കൊണ്ട് അവരെ സ്ഥിരീകരിക്കണമേ അപ്പാ, അവരെ സ്ഥിരീകരിക്കണമേ അപ്പാ. വേദികള് യേശുവിന്റെ നാമത്തില് സകല രോഗങ്ങള് മാറിപ്പോകട്ടെ. സൗഖ്യം നൽകണമേ, എന്നിൽ നിറയണമേ, സൗഖ്യം നൽകണമേ. എൻ്റെ പ്രിയപ്പെട്ടതിലെ 3 കലാശാലകളിൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട്. ഒന്ന്, ചുണ്ട് തടിച്ചു വരുന്നവരെ, ചുണ്ട് വല്ലാണ്ട് തടിച്ചു വരുന്നവരെ, ചിലപ്പോൾ ഓർമ്മ ക്യാൻസർ ആകാം. അതുപോലെ തന്നെ ഇടത് ബ്രസ്റ്റിൻ്റെ താഴെ പള്ളയ്ക്ക് പൊക്കിൻ്റെ ഇടത് വശത്ത് എപ്പോഴും പൊള്ളുന്ന പോലെ വേദന ഉള്ളവർ അവരവിടെ സമർപ്പിച്ചുകൊണ്ട് ഇപ്പോൾ കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. അതുപോലെ ബ്രസ്റ്റ് ക്യാൻസർ ഉള്ളവരും ഇടത് ബ്രസ്റ്റ് താഴെ കരളിന് വീക്കമുള്ളവരും അവിടെ എല്ലാം കൈകൾ വെച്ചുകൊണ്ട് ഇടിമിന്നൽ പോലെ ശ്രദ്ധിക്കട്ടെ, 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 ശ്രദ്ധിക്കട്ടെ. മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരെ, അസ്ഥി രോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരെ, അസ്ഥി ഉരുക്കമുള്ളവരെ, തോളിൻ്റെ അസ്ഥികളെ ശോഷിച്ചവരെ, ശരീരത്തിൻ്റെ വ്യത്യസ്തമായ അസ്ഥികൾ ശോഷിച്ചവരെ, ശരീരത്തിൻ്റെ അസ്ഥിക്കൂടത്തിൻ്റെ വലതുവശത്ത് വേദനിക്കുന്നവരെ, അവരെല്ലാം കർത്താവ് അസ്ഥികയുടെ മേലെല്ലാം കർത്താവിൻ്റെ ശക്തി പടരുന്ന സമയമാണ്. ദൈവത്തിൻ്റെ ശക്തി ഈ വീട്ടിൽ സുഖപ്പെടുന്ന സമയമാണ്. ഇപ്പോൾ ശ്രദ്ധിക്കട്ടെ, മൂക്കിൻ്റെ ഇടത് ഭാഗത്ത്, അതുപോലെ തന്നെ ശ്വാസോച്ഛ്വാസം എടുക്കാൻ പറ്റാത്ത വ്യക്തികൾ, അവിടെ അടിനോടിനെ രോഗമുള്ളവരെ കർത്താവ് സ്പർശിച്ച് സുഖപ്പെടുന്ന സമയമാണ്. ശ്രദ്ധിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. സൗഖ്യം നൽകണമേ, എന്നിൽ നിറയണമേ, സൗഖ്യം നൽകണമേ. എൻ്റെ മക്കളെ മൗനമായി മുട്ടി നിൽക്കുക. കർത്താവ് നമുക്ക് വചനം തന്നതുപോലെ തന്നെ നിങ്ങൾക്കറിയാം, കർത്താവ് വചനം പ്രഘോഷിച്ച ആ സായാഹ്നത്തിലാണ് അത്ഭുതകരമായ മീൻപിടുത്തം നടന്നത്. ആ വചനത്തെ വിശ്വസിക്കുന്നവർക്കെല്ലാം, വിശ്വസിച്ചവർക്കെല്ലാം കർത്താവിൻ്റെ അടയാളം കാണിച്ചു കൊടുത്തത്. വചനം വിശ്വസിക്കുമ്പോഴാണ് ദൈവം മഹത്വപ്പെടുകയും വചനം ശക്തീകരിക്കപ്പെടുകയും സൗഖ്യമായി അനുഭവവേദ്യമാകുകയും ചെയ്യുന്നത്. നിങ്ങളുടെ ഓരോ വേദനകളെക്കുറി ഞാൻ എൻ്റെ ജന്മം കൊണ്ട് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ഞാൻ വേദനിച്ചിട്ടുണ്ട്. അപ്പോഴെല്ലാം വേദനിക്കുന്ന ഒരു കാലത്തും മനുഷ്യൻ സമാധാനം നഷ്ടപ്പെടുന്ന സമയത്തെല്ലാം കണ്ണീരുമായി കർത്താവ് തിരുസന്നിധിയിൽ ഞാൻ കണ്ണീർ കൊന്തമായി നിന്നിട്ടുണ്ട്. അപ്പോഴെല്ലാം കർത്താവ് തന്നിട്ടുള്ള പരിശുദ്ധാത്മാവിൻ്റെ പോംവഴികളാണ് നമുക്കിന്ന് ഉടമ്പടി പ്രാർത്ഥനയായിട്ടും ആരാധനയായിട്ടും ഒക്കെ നമ്മൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ആ നല്ല ദൈവം തന്നെയാണ് ഇപ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെ കൂടെ അരികിൽ നിൽക്കുന്നത്. നിങ്ങൾ ഉടമ്പടി വെച്ചിരിക്കുന്ന വിഷയങ്ങളെല്ലാം ഓർക്കുക, ഉടമ്പടി പുതുക്കി വെച്ച വിഷയങ്ങളെല്ലാം ഓർക്കുക. കർത്താവ് അതിൻ്റെ മേൽ തീരുമാനം എടുക്കാൻ പോകുന്ന, കർത്താവ് നിന്നെ അനുഗ്രഹിക്കാൻ പോകുന്ന നിൻ്റെ മക്കളുടെ വിഷയങ്ങൾ, നിൻ്റെ സംരംഭങ്ങൾ, നിൻ്റെ വരുമാന മാർഗ്ഗങ്ങൾ,
നിൻ്റെ ജീവിത മാർഗ്ഗങ്ങൾ, നിൻ്റെ വിദ്യാഭ്യാസ മാർഗ്ഗങ്ങൾ, നിൻ്റെ പരീക്ഷാ മാർഗ്ഗങ്ങൾ, നിൻ്റെ സ്ഥലത്തിൻ്റെ അവസ്ഥകൾ, നിൻ്റെ കടങ്ങൾ, സ്ഥലം വിറ്റുമാറ്റാത്ത തടസ്സങ്ങൾ, നിൻ്റെ യാത്രയുടെ തടസ്സങ്ങൾ, വിദ്യാഭ്യാസ തടസ്സങ്ങൾ എല്ലാം ഓർത്തുകൊണ്ട് ഇടിമിന്നൽ പോലെ ശ്രദ്ധിക്കട്ടെ. നിന്റെ ഉന്നതമായ നാമത്തിന് സ്വന്തം ചെയ്തുകൊണ്ട് അങ്ങനെ നാമത്തെ മഹത്വപ്പെടുത്തി പ്രാർത്ഥിക്കുന്ന, അങ്ങനെ നാമത്തെ മഹത്വപ്പെടുത്തി പ്രാർത്ഥിക്കുന്ന മഴ പോലെ ഓരോ മക്കളുടെ പേര് നൽകപ്പെടട്ടെ. ദോഷങ്ങള് ഈ ധ്യാനം എവിടെയല്ല എപ്പോഴെല്ലാം ആരെല്ലാം കൂടുന്നുവോ ലോകവ്യാപകമായ രീതിയിൽ ഈ ധ്യാനം കൂടുന്ന മക്കളുടെ പേരെല്ലാം, കുടുംബങ്ങളുടെ പേരെല്ലാം, ജീവിത സംഘടനകളുടെ പേരെല്ലാം, സാമ്പത്തിക കളങ്ങളുടെ പേരെല്ലാം, നമ്മുടെ മക്കളുടെ ദുർനടപ്പിന്റെ പേരെല്ലാം, പൈസാചിന്റെ പേരെല്ലാം, ഒട്ടിച്ചത്തിന്റെ പേരെല്ലാം, എല്ലാ തരത്തിലുള്ള പേരാളുകളുടെ പേരും യേശുവിന്റെ രക്തം പടരട്ടെ. മാർഗ രോഗങ്ങൾ, തീരാവേദികൾ, ജീവിത ദുരിതങ്ങള്, ജീവിത തടസ്സങ്ങള് യേശു ക്രിസ്തു നാമത്തില് മാറിപ്പോകട്ടെ. ഹല്ലേലൂയ. അച്ഛൻ ഇവിടെ ഓർക്കാത്ത വിഷയങ്ങൾ എൻ്റെ മക്കള് പരിശുദ്ധമായ മാധ്യസ്ഥത ഈശോയ്ക്ക് ഏൽപ്പിക്കുക. ഉടമ്പടി ചെയ്യാൻ പോകുന്നതാകാം, ഉടമ്പടി വെച്ച വിഷയമാകാം, പുതുക്കിയ വിഷയമാകാം. അച്ഛൻ ഇവിടെ ഓർക്കാത്ത വിഷയങ്ങൾ, ഇനി ഉടമ്പടി വെക്കാൻ മറന്നുപോയ വിഷയങ്ങൾ എല്ലാം ഇപ്പോഴും സമർപ്പിച്ച് പ്രാർത്ഥിക്കേണ്ട വിഷയങ്ങളാണ്. അപകടങ്ങളൊക്കെ പെട്ടുപോയിട്ട് തളർന്നുപോയവർക്ക് വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കുക. ഇരിപ്പ് രോഗികളായിപ്പോയവർ, ഓപ്പറേഷനിലെ അകത്ത് പ്ലേറ്റ് ഇട്ടിരിക്കുന്നവർ, അകത്ത് കമ്പി ഇട്ടിരിക്കുന്നവർ, എടുക്കാൻ പറ്റാത്ത രീതിയിൽ, നടക്കാൻ പറ്റാത്ത രീതിയിൽ ജീവിതം ഇരുട്ടലായിപ്പോയവർ അമ്മയെ കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നു. അമ്മ ഇപ്പോഴും അവരുടെ അടുത്ത് ചെല്ലണം. കിടപ്പ് രോഗികൾക്ക് അവർക്ക് ആവതില്ല. അവർ മറ്റുള്ളവരുടെ സഹായം കൊണ്ട് അവർ ജീവിക്കുകയും അവരെ നോക്കുന്നവർ മാനസികമായി തളർന്നിരിക്കുന്നു, പണപരമായി തളർന്നിരിക്കുന്നു. അമ്മേ എല്ലാവരെയും അമ്മ സ്പർശിക്കാൻ ഈശോയുടെ ഈ നിമിഷം മാധ്യസ്ഥം വഹിക്കണമേ. എൻ്റെ മക്കൾ 41 വയസ്സായിട്ടുള്ള മക്കളൊക്കെ ഇന്നലെ കല്യാണത്തിന് ഇതുവരെ കല്യാണം കിട്ടാതെ വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് വല്ലാത്ത വിഷമം തോന്നി. ആ വിഷയമൊക്കെ വീട്ടും ഇപ്പോൾ എടുക്കണം. നമ്മൾ 30 വയസ്സിന് മേലുള്ള എല്ലാവരെയും നമ്മൾ അൽത്താരയിൽ ഓർക്കുന്നു. 30 വയസ്സിന് മേലുള്ളവർക്ക് ജീവിത പങ്കാളിയെ കിട്ടാത്തവർ നിങ്ങളുടെ സ്വന്തമാണെന്ന് ഓർത്തുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. വല്ലവരുടെ വിഷയമാണ് എന്ന് വിചാരിക്കരുത്. അവർ കെട്ടാതെ നിൽക്കുന്നത് നമുക്ക് എന്താണെന്ന് വിചാരിച്ചാൽ അതിൻ്റെ അർത്ഥം നിനക്ക് ദൈവസ്നേഹമില്ലെന്നാണ്. നിനക്ക് ദൈവസ്നേഹമില്ലെങ്കിൽ നിനക്ക് ദൈവത്തിൻ്റെ ശക്തിയിൽ പങ്കാളിത്തമില്ലെന്നാണ് ഇന്നത്തെ വചനത്തിൻ്റെ വെളിപാട്. അത് ഓർത്തേക്കണം. അവരുടെ വിഷയങ്ങളെല്ലാം നമ്മുടെ വിഷയങ്ങളാണ്. കല്യാണം കഴിക്കാൻ നിൽക്കുന്ന മക്കൾ, വീട് സ്ഥലവുമില്ലാത്തവർ, സ്ഥലമുണ്ട് വീടില്ലാത്തവർ, കുറഞ്ഞ വീട്ടിൽ താമസിക്കുന്നവർ, പാകോടമ്പടി നടക്കാത്ത കാരണം ആർക്കും ഒന്നും കിട്ടാതിരിക്കുന്നവർ, തർക്കപ്പുരത്തിൽ താമസിക്കുന്നവർ, കേസിലകപ്പെട്ടവർ, അവരുടെ മേലെല്ലാം ദൈവമല്ലാതെ അവർക്ക് ആരുമില്ല. പക്ഷെ ദൈവം അവർക്കുണ്ട്, പരിശുദ്ധ അമ്മ അവർക്കുണ്ട്. സമയമായില്ല എന്ന് പറഞ്ഞാലും യേശുവിനോട് അവൻ പറയണ പോലെ ചെയ്തുകൊണ്ട് ജീവിക്കുമ്പോൾ, ഉടമ്പടി എടുത്ത് ജീവിക്കുമ്പോഴേ ദൈവിക ഇടപെടലുണ്ടാകുമെന്ന് നമുക്ക് ഉറപ്പ് നൽകിയത് അമ്മയാണ്. ശ്രദ്ധിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ചിലർക്ക് ജോലിയുടെ സാങ്ഷൻ ആകുന്നില്ല, ചിലർക്ക് ഗവൺമെൻറ് അക്രഡിറ്റേഷൻ കിട്ടണില്ല, ചിലർക്ക് സ്ഥിര നിയമനം കിട്ടണില്ല, ചിലർക്ക് PhD ഗുരുവിനെ കിട്ടണില്ല, ഗൈഡിനെ കിട്ടണില്ല, ചിലർക്ക് ഓഫർ ലെറ്റർ ഉണ്ട്, പൈസയും കൊടുത്തതാണ്, പക്ഷേ യാതൊരുവിധ റിട്ടേൺസും മെസ്സേജൊന്നും ഇല്ല, വിസ വരുന്നില്ല, വിസ തടസ്സങ്ങൾ, പരീക്ഷ തടസ്സങ്ങൾ. ഇപ്പോഴും അഡ്മിഷൻ കിട്ടാത്ത കുഞ്ഞുങ്ങളുണ്ട് പല കോളേജുകളിലും. വിൽക്കാനുള്ള സ്ഥലങ്ങൾ, വിൽക്കാൻ പറ്റാതെ കിടക്കുന്നത്, ജപ്തിയിൽ കിടക്കുന്ന സ്ഥലങ്ങൾ, കുടുംബത്തിൽ സമാധാനമില്ലാതെ ഡൈവേഴ്സിലായി പോകുന്നവർ, മക്കൾ പങ്കെടുത്തവർ, അതിന് കോടതി കയറുന്നവർ, വേറെ ചില വിഷയങ്ങൾക്ക് കോടതി കയറുന്നവർ, അവസാനത്തെ വിധി അനുകൂലമാകാൻ വേണ്ടി കണ്ണീരെ പ്രാർത്ഥിക്കുന്നവരെ എല്ലാവരുടെ മേലെ ദൈവത്തിന് കൃപ ചെയ്യാൻ വേണ്ടി ഇടിമിന്നൽ പോലെ ശ്രദ്ധിക്കട്ടെ. തടസ്സങ്ങളെയും ദുരിതങ്ങളെയും ഈ ആരാധനയോടെ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, മഹത്വം, മഹത്വം, ആരാധന, ആരാധന. വാഴ്ത്തുന്നെല്ലാരും പ്രിയനേ സ്നേഹം ഓർക്കുന്നെല്ലാരും. ഒരിക്കൽ കൂടി മരിയൻ ഉടമ്പടിയിൽ സമർപ്പിച്ചിരിക്കുന്ന വിഷയങ്ങളെല്ലാം, ഉടമ്പടി പുതുക്കി സമർപ്പിച്ചിരിക്കുന്ന വിഷയങ്ങളെല്ലാം, ഒപ്പം തന്നെ നമ്മുടെ ജീവിതത്തിൽ നൊമ്പരപ്പെടുന്ന വിഷയങ്ങളെല്ലാം ദൈവമാതാവിൻ്റെ മധ്യസ്ഥയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. എന്ന് കേട്ട വചനപ്രകാരം ലോകത്തെ കീഴടക്കി തിന്മയുടെ മേൽ വിജയം വരിച്ച് സുവിശേഷ സാക്ഷികളാക്കി ദൈവമഹത്വം കരയേറ്റുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് നമുക്ക് ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന.
പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന. ആവേ ആവേ